അകരാൻ പോലും ഒരു സിസ്റ്റം ഇല്ലാതിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര അംഗീകാരം നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വെറുതെ അങ്ങുണ്ടായതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2 സ്ത്രീകൾ നെടുംതൂണ് കണക്കെ നെഞ്ചു വിരിച്ചു നിന്ന് നേടിയതാണത്. നേതൃത്വത്തിൽ സ്ത്രീകൾ എത്തുമ്പോഴുള്ള അസംതൃപ്തിയുടെ പൊട്ടിയൊരിക്കൽ ഏറിയും കുറഞ്ഞും കാണാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. എന്റെ സംഘടന എനിക്ക് സംരക്ഷണമൊരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ സ്ത്രീയാണവർ. അവരുടെ വീട്ടിൽ കയറി റീത്ത് വെച്ച നെറികെട്ട രാഷ്ട്രീയം ഇന്ന് അവരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടി കിട്ടിയാൽ താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നതുകൂടി ഓർക്കുക. വിനോദിനിയുടെ വേദന കൊണ്ട് അക്രമത്തെ ന്യായീകരിക്കുന്ന ഹൂക്ക് കെയർ ക്രൂരന്മാരെ നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇന്ന് പേര് പോലുമില്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികൾക്കുമുണ്ട് സാർ വേദന. ആ വേദനയെ തെരുവിൽ നേരിടാൻ ഈ നാട് ഇറങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നോ നിങ്ങൾ? വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവർ നിയമത്തെ കയ്യിലെടുത്താൽ എവിടെ ചെന്ന് നിൽക്കും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ ഈ നാട്? ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രം വിശ്വസിക്കുന്ന നേതാക്കളോടാണ്. ആക്രമണ സമയത്ത് മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, CPIM-കാരും. അപ്പോൾ മന്ത്രിയെ ആക്രമിച്ച KSUക്കാർ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുമെന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നത്?